ഏവരുടെയും പ്രിയങ്കരനായ സഖാവ് VSന്റെ ദീപ്തവും പ്രോജ്വലവുമായ ഓർമ്മകൾക്ക് മുമ്പിൽ രക്തപുഷ്പങ്ങൾ അർപ്പിക്കുന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന ആശയം സമ്പൂർണമായും സാർത്ഥകമാക്കുന്ന സഖാവാണ് സഖാവ് VS. മുദ്രാവാക്യം വിളിക്കാതെ തന്നെ കേരളത്തിന്റെ മനസാക്ഷി മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സഖാവ് ഞങ്ങൾ ജീവിക്കുന്നു എന്ന്. അങ്ങനെ ഒരു സമൂഹം മുഴുവൻ പറയണം എന്നുണ്ടെങ്കിൽ അത്ര കണ്ട് മനസ്സുകളെ ജീവിതത്തിലൂടെ സ്വാധീനിച്ചിട്ടുണ്ടാകണം. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ഓരോ മലയാളിയും VSനെ നെഞ്ചിലേറ്റുന്നുണ്ട്. അതാണ് VSന്റെ പ്രത്യേകത. ഇത്രയധികം മനസ്സിനെ സ്വാധീനിച്ച ഒരു വ്യക്തി സമീപകാലത്തുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് എന്ന് തന്നെയാണ് ഉത്തരം. ഇല്ല എന്ന് തന്നെ ഉത്തരം പറയാം. അത്രയും ജനങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് സഖാവ് VS. എന്തുകൊണ്ടാണ് അങ്ങനെ മനസ്സിൽ നിറഞ്ഞു നിൽക്കാനുള്ള കാരണം? സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാകാവുന്ന ചോദ്യമാണ്. ഓരോ മനസ്സിലും വളരെ വ്യത്യസ്തമായ മനസ്സുകളാണ് എന്ന് നമുക്കറിയാം. ഓരോ മനസ്സിലും VS ആണ് ശരി എന്ന് തോന്നത്തക്ക രീതിയിൽ പ്രവൃത്തികളുടെ വൈവിധ്യം, സമരങ്ങളുടെ വൈവിധ്യം, ചിന്തകളുടെ വൈവിധ്യം, ആശയങ്ങളുടെ വൈവിധ്യം, നിലപാടുകളുടെ വൈവിധ്യം എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ വൈവിധ്യത്തിന്റെ ഒരു കലവറയായിരുന്നു സഖാവ് VS. എല്ലാ മേഖലകളിലും സമരം എന്ന് പറഞ്ഞാൽ അവിടെ VS ഉണ്ട് എന്നെല്ലാവർക്കും അറിയാമെങ്കിലും ആ സമരത്തിൽ തന്നെ സമരത്തിന്റെ ജ്വാല എന്ന രീതിയിൽ സമരമായി മാറാൻ VSന് കഴിഞ്ഞപ്പോൾ വ്യത്യസ്തമായ മനസ്സുകളിൽ പോലും സഖാവ് VS നിറഞ്ഞു നിൽക്കുകയാണ്. പൊതുവിൽ ഒരു രാഷ്ട്രീയാശയം ഉൾക്കൊള്ളുന്നവർ അതേ രാഷ്ട്രീയ ആശയം ഉൾക്കൊള്ളുന്നവരെ മനസ്സിൽ നെഞ്ചിലേറ്റും എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ ഇതല്ല. ജനത മുഴുവൻ മനസ്സിൽ VSനെ ഏറ്റിക്കൊണ്ട് നടക്കുകയാണ്. അതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്, എല്ലാ മേഖലയിലുമുള്ള വൈവിധ്യം. അപ്പൊ സമൂഹത്തിന്റെ വൈവിധ്യം, അതിലേതാണോ തനിക്ക് ശരി അല്ലെങ്കിൽ നല്ലത് എന്ന് തോന്നുന്നത് അത് മനസ്സിൽ ഏറ്റെടുക്കുക. അതുകൊണ്ട് ചിന്തയുടെയും പ്രവർത്തനത്തിന്റെയും സമരങ്ങളുടെ എല്ലാം വൈവിധ്യം ആണ് വാസ്തവത്തിൽ വൈവിധ്യമാർന്ന സമൂഹ മനസ്സാക്ഷിയിൽ VSനെ പ്രതിഷ്ഠിച്ചത്. അതാണ് എന്റെ പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് VSനെ അനുസ്മരിക്കുമ്പോൾ അത്തരത്തിലുള്ള വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളും ചിന്തകളും സമര രീതികളും എല്ലാം ഓർക്കേണ്ടതുണ്ട്. കാരണം അതെല്ലാം ഇന്നത്തെ സാഹചര്യത്തിൽ ആവശ്യമാണ്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്ന രീതിയിൽ എങ്ങനെ ജീവിക്കണം, ആ ചോദ്യത്തിന് ഉത്തരമാണ് VS. ഒരു കമ്മ്യൂണിസ്റ്റുകാരനാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനും ഒക്കെ ആകാം. പക്ഷെ റിയൽ ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതായി തീരാൻ ഒരു യുഗം തന്നെ എടുക്കും. വളരെ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ജീവിക്കാൻ പറ്റും എന്ന് സഖാവ് VS നമ്മളെ കാണിച്ചത്. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിച്ചുകൊണ്ടാണ് മനസ്സിൽ സ്ഥാനം നേടിയത് എന്നത് വളരെ വളരെ പ്രത്യേകതയുള്ള കാര്യമാണ്. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റായിട്ട് ജീവിക്കുമ്പോൾ എന്തെല്ലാം നൈതിക ഭാവങ്ങളാണ് VS തന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റെടുത്തിട്ടുള്ളത്, മനസ്സിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് എന്നത് വാസ്തവത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് എന്നല്ല ഞാൻ പറയാം, പഠിക്കേണ്ട വിഷയമാണ് എന്നാണ്. പഠന വിഷയമാണ്.
VS ഒരു പാഠപുസ്തകമാണ്. ഒരു സംശയവും. കേരളത്തെ പോലെ ഇത്ര വൈവിധ്യമുള്ള ഒരു സമൂഹത്തിൽ VS ഒരു പാഠപുസ്തകമാണ്. വൈവിധ്യം എന്നത് സമസ്ത മേഖലകളിലും കൃത്യമായി വിന്യസിച്ച വ്യക്തിയാണ് സർ VS. അവിടെ മാർക്സിസത്തിൻ്റെതായ അടിസ്ഥാന സങ്കല്പങ്ങൾ VS ഉൾക്കൊണ്ടു. അതുകൊണ്ടാണ് എല്ലാം ഏറ്റെടുത്തപ്പോഴും അതിൽ തനിമയും അതുപോലെ തന്നെ അതിന്റെ പ്രത്യേകതയും ഉണ്ടായത്. ഒരുപക്ഷെ ഈ വൈവിധ്യമൊക്കെ ഉണ്ട് എന്ന് തിരിച്ചറിയുകയും ആ വൈവിധ്യമാണ് ശരി എന്ന് മനസ്സിലാക്കുകയും ചെയ്ത് പ്രവർത്തിച്ചാലും VSനെ പോലെ അങ്ങനെ ഒരു സമൂഹത്തിന്റെ മുഴുവൻ മനസ്സിലെത്താൻ പറ്റിയെന്ന് വരില്ല. അവിടെയാണ് വ്യത്യാസമുള്ളത്. ഈ വൈവിധ്യത്തെ ഉൾക്കൊണ്ട് അതാണ് ശരി എന്ന് ചിന്തിക്കുമ്പോഴും അടിസ്ഥാന പ്രത്യയശാസ്ത്രം ഇടതുപക്ഷ പ്രത്യയശാസ്ത്രമാണ് എന്ന് VS ദൃഢമായി വിശ്വസിച്ചു. അത് മറ്റുള്ളവരിലേക്ക് സംക്രമിപ്പിക്കാനും ശ്രമിച്ചു. അതിൽ എനിക്ക് തോന്നുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കും. മാർക്സ് പറഞ്ഞ ഒരു വാചകം, മാർക്സിസത്തിന്റെ മാനവിക ആശയത്തിന്റെ മാനവികത എത്ര ഉയരത്തിലാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വാചകമാണ്. മാർക്സ് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ: ഓരോ സന്തോഷത്തിന്റെയും സമ്പന്നതയുടെയും ആഹ്ലാദത്തിന്റെയും പിറകിൽ കോടിക്കണക്കിന് മനുഷ്യരുടെ വേദനകളും നൊമ്പരങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ആശയം. മാർക്സിസത്തിന്റെ മാനവികത വാസ്തവത്തിൽ ഈ വാചകത്തിനുള്ളിൽ നിറഞ്ഞ് ലയിച്ച് നിൽക്കുക. നിറഞ്ഞാൽ പോരാ, അത് ലയിച്ച് കിടക്കുകയാണ്. ഏത് സന്തോഷത്തിന്റെയും ഏത് ആനന്ദത്തിന്റെയും സമ്പന്നതയുടെയും പിറകിൽ കോടിക്കണക്കിന് മനുഷ്യരുടെ വിലാപമുണ്ട്, ദുഃഖമുണ്ട്, നൊമ്പരങ്ങളുണ്ട്. നാം എവിടെ നിൽക്കണം എന്ന് ആ വാചകത്തിൽ നിന്നും വ്യക്തമാണ്. ഏത് പക്ഷത്ത് നിൽക്കണം എന്ന് ആ വാചകത്തിൽ വ്യക്തമാണ്. എനിക്ക് തോന്നുന്നു VSനെ ഏറ്റവും അധികം ആകർഷിച്ച മാനവികത നിറഞ്ഞ മാർക്സിയൻ ആശയം ഇത് ആയിരിക്കും എന്നുള്ളതാണ്. എന്ത് കണ്ടാലും ഏത് സന്തോഷത്തിന്റെയും പിറകിലെ വേദന അത് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമേ ആലോചിക്കണം. അവിടെയാണ് ഒരു വർഗപക്ഷം വരുന്നത്. ഈ വാചകത്തോട് ജോൺ ബെലാമി ഫോസ്റ്റർ ഒരു വാചകം കൂട്ടിച്ചേർത്തു. ആ വാചകം കൂട്ടിച്ചേർത്ത് മാർക്സിന്റെ വാചകത്തിനൊപ്പാണ് കൂട്ടിച്ചേർത്തത്. പട്ടുനൂലിനോട് വാഴനാല് ചുറ്റിയത് പോലെ ആകാം എങ്കിലും ജോൺ ബെലാമി ഫോസ്റ്റർ ഈ വാചകത്തോട് ചേർത്ത വാചകം ഏത് സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും സമ്പന്നതയുടെയും പിറകിൽ വേദനയും മനുഷ്യന്റെ നൊമ്പരങ്ങളുമുണ്ട്, ഒപ്പം പ്രകൃതിയുടെ വേദനയുമുണ്ട് എന്ന്. അതും മാനവികതയുടെ മറ്റൊരു ഭാവമാണ്. പ്രകൃതിയെ മനസ്സിലാക്കിക്കൊണ്ട് വേദനയെ തിരിച്ചറിയണമെന്ന ഒരു ഭാവം അതിലൂടെ ഉണർന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ വേദനയെയും തിരിച്ചറിയാൻ കമ്മ്യൂണിസ്റ്റുകാരന് കഴിയണം. VSന്റെ സമരങ്ങളുടെ ചരിത്രം നോക്കിയാൽ, അത് വിശദീകരിക്കാനുള്ള സമയമല്ല എങ്കിലും നോക്കിയാൽ ഇത് വളരെ വ്യക്തമായി കാണാം. മനുഷ്യന്റെ വേദനയ്ക്കൊപ്പവും പ്രകൃതിയുടെ വേദനയ്ക്കൊപ്പവും നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് കമ്മ്യൂണിസ്റ്റുകാരൻ എന്നാൽ ഉത്തരം കിട്ടുക. അതാണ് VS. അതുപോലെ തന്നെ ലെനിൻ പറഞ്ഞൊരു വാചകം. ലെനിൻ പറഞ്ഞത് വ്യവസ്ഥയുടെ മൂർത്തമായ അപഗ്രഥനമാണ് വൈരുദ്ധ്യാത്മകതയുടെ കാതൽ. എങ്ങനെയാണ് മാർക്സിസം സമൂഹത്തിൽ പ്രയോഗിക്കേണ്ടത്? മാർക്സിസം പഠിച്ചിട്ടുണ്ടാവാം, ഡയലക്ടിക്സ് എന്ത് പഠിച്ചിട്ടുണ്ടാവാം, മാർക്സിയൻ ദർശനം മനസ്സിലാക്കിയിട്ടുണ്ടാവാം. പക്ഷെ അത് പ്രയോഗിക്കുന്നിടത്ത് ഇങ്ങനെ പ്രയോഗിക്കണം. എവിടെയാണത് പ്രയോഗിക്കാൻ ലക്ഷ്യമിടുന്നത്, അവിടുത്തെ വൈരുദ്ധ്യം എന്ത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം അവിടെ മാർക്സിസം അപ്ലൈ ചെയ്യാനുള്ളതാണ് എൻ്റെ അർത്ഥം. അങ്ങനെ ഒരു വ്യവസ്ഥയുടെയോ ഒരു ആവാസ വ്യവസ്ഥയുടെയോ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെയോ രാജ്യത്തിന്റെയോ ഒരു പ്രദേശത്തിന്റെയോ
പ്രശ്നങ്ങളിൽ ഇടപെടാൻ ശ്രമിക്കുമ്പോൾ ലെനിൻ പറഞ്ഞത് ആ വ്യവസ്ഥയെ മൂർത്തമായി അപഗ്രഥിക്കണം എന്നാണ്. കേവലമായും ഉപരിപ്ലവമായും വിഷയങ്ങളെയോ വ്യവസ്ഥയെയോ അപഗ്രഥിച്ചാൽ യഥാർത്ഥ വൈരുദ്ധ്യം എന്ത് എന്ന് മനസ്സിലാവില്ല. അങ്ങനെ മനസ്സിലാവില്ലെങ്കിൽ മാർക്സിസം അപ്ലൈ ചെയ്യാൻ കഴിയില്ല. വർഗപക്ഷം എന്ത് എന്ന് മനസ്സിലാവില്ല. വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം. VS എന്തുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു? ലെനിൻ പറഞ്ഞ ഈ വാചകം സഖാവിന്റെ ജീവിതകാലത്ത് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. പല സമരങ്ങളും നമുക്ക് ഇത് വെച്ച് വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാവും. എന്താണ് ചെയ്തത്? വെട്ടി നിരത്തൽ സമരം, അങ്ങനെയാണ് പത്രങ്ങൾ വ്യാഖ്യാനിച്ചത്. എന്തോ അപകടം ചെയ്ത ഒരു സമരം എന്ന രീതി. പക്ഷേ അത് മൂർത്തമായി അപഗ്രഥിക്കുമ്പോഴാണ് ജോൺ ബെരാമി ഫോസ്റ്റർ പറഞ്ഞതും സന്തോഷത്തിന്റെ പിറകിൽ വേദനയുണ്ട് എന്ന് പറഞ്ഞതും മാർക്സ് പറഞ്ഞതും ലെനിൻ പറഞ്ഞതും ഒന്നിച്ചു ചേരുക. ഒന്നിച്ചു ചേരുമ്പോഴാണ് ആ പ്രക്രിയയിൽ ഒരു വലിയ പാരിസ്ഥിതിക വിഷയമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിന്റെ തണ്ണീർത്തടങ്ങൾ വിശ്വപ്രസിദ്ധമാണ്. തണ്ണീർത്തടങ്ങൾ ലോകം മുഴുവനുണ്ട്. പക്ഷെ കേരളത്തിന്റെ തണ്ണീർത്തടം വളരെ വളരെ വ്യത്യസ്തമാണ്. ഒരു ഭാഗത്ത് പശ്ചിമഘട്ടവും മറുഭാഗത്ത് അറബിക്കടലും പൂർണ്ണമായിട്ടും നിൽക്കുന്ന ഒരു ആവാസ വ്യവസ്ഥയ്ക്കിടയിൽ ഉള്ള തണ്ണീർത്തടങ്ങൾ എവിടെയാണ് ലോകത്തുള്ളതെന്ന് ചോദിച്ചാൽ എന്റെ ഒരു അറിവിൽ അതില്ല എന്ന് തന്നെയാണ് ഉത്തരം. ലോകം മുഴുവൻ തണ്ണീർത്തടങ്ങളുണ്ട്. പക്ഷെ തണ്ണീർത്തടം ഓരോന്നും വ്യത്യസ്തമാണ്. ഞാൻ ഇതിന്റെ ഒരു വിശദമായ ക്ലാസ്സിലേക്കല്ല പോകുന്നതെങ്കിലും VS എത്ര ഡീപ്പായിട്ടൊരു വിഷയത്തെ കണ്ടത് എന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ലോകത്തിന്റെ മുഴുവൻ തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കണമെന്ന് പരിസ്ഥിതിയെ പഠിച്ചവരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിന്റെ തണ്ണീർത്തടങ്ങൾ വ്യത്യസ്തമാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു, അല്ലെങ്കിൽ VS നമ്മളെ പഠിപ്പിച്ചു. ആ തണ്ണീർത്തടങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വളരെ സ്ലാൻഡിംഗ് ആയിട്ടുള്ള ഒരു ഭൂപ്രദേശത്ത് ഒരു ഭാഗത്ത് മലയും മറുഭാഗത്ത് കടലുമുള്ള ആ പ്രധാന ആ ആവാസ വ്യവസ്ഥ നോക്കൂ. ഈ ആവാസ വ്യവസ്ഥ നിലനിൽക്കണമെങ്കിൽ ഈ തണ്ണീർത്തടങ്ങൾ നിലനിൽക്കണം എന്നുള്ളത് തന്നെയാണ് പരിസ്ഥിതി ശാസ്ത്രം. അതല്ലാതെ ഈ ആവാസ വ്യവസ്ഥ നിലനിൽക്കില്ല. ഈ ഭൂമിയൊക്കെ ചിലപ്പോൾ ഇങ്ങനത്തെ ഏരിയയൊക്കെ ഉണ്ടായെന്ന് വന്നേക്കാം, പക്ഷെ ഈ ആവാസ വ്യവസ്ഥ നിലനിൽക്കില്ല. അതുകൊണ്ട് കേരളത്തിന്റെ ആവാസ വ്യവസ്ഥ നിലനിൽക്കണമെങ്കിൽ തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഏത് കാലത്താണ് ഈ പറയുന്ന സോക്കോൾഡ് വെട്ടി നിരത്തൽ സമരം നടന്നത്? അതിന് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ തണ്ണീർ വ്യവസ്ഥയിൽ 8.8 ദശലക്ഷം ഹെക്ടർ നെൽകൃഷി ഉണ്ടായിരുന്നു. കേരളത്തിന്റെ ആവാസ വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കേതമാണ് നെൽപ്പാടങ്ങൾ. അവിടെ നെല്ല് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, പശ്ചിമഘട്ടത്തിൽ പെയ്യുന്ന മഴ എത്രയും വേഗം പിന്നെ പടിഞ്ഞാറ് കടലിൽ എത്തും. അതിനു മുമ്പ് ഒരു വർഷക്കാലം ഈ ആവാസ വ്യവസ്ഥയിലെ ജനങ്ങൾക്ക് ജലം കിട്ടണമെങ്കിൽ ആ ഒലിച്ചു പോകുന്ന വെള്ളം ഈ തണ്ണീർത്തടത്തിൽ നിലനിൽക്കണം. കേവലമായ നെല്ലുണ്ടാകുന്ന സ്ഥലം നെല്ലിന് പകരം മറ്റെന്തെങ്കിലും കഴിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്നവരൊക്കെ പലതും ഉണ്ടാവാം. പക്ഷെ അതിന്റെ ശാസ്ത്രം ഇതാണ്. പെട്ടെന്ന് ചെരിഞ്ഞ പ്രദേശം, അപ്പുറത്ത് മല, ഇപ്പുറത്ത് കടല്, അവിടെ പെയ്യുന്ന മഴ എത്രയും പെട്ടെന്ന് കടലിലേക്ക് ഒലിച്ചു പോകും. അങ്ങനെ ഒലിച്ചു പോകുന്നതിനിടയിൽ ഒരു വർഷക്കാലം കേരള ജനതയ്ക്ക് വെള്ളം കിട്ടണമെങ്കിൽ ഈ ഒലിച്ചു പോകുന്ന വെള്ളത്തിന്റെ നല്ലൊരംശം ഇതിന്റെ തണ്ണീർത്തടങ്ങളിൽ സംരക്ഷിക്കപ്പെടണം. ഞാൻ ഇതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല, അത് പഠന ക്ലാസ്. അങ്ങനെയുള്ള തണ്ണീർത്തടം 8.8 ദശലക്ഷം ഹെക്ടറാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. VS സമരം നടത്തുമ്പോൾ കേരളത്തിന്റെ തണ്ണീർത്തടം 4.4 ദശലക്ഷം ഹെക്ടർ മാത്രമായിരുന്നു. എന്ന് പറഞ്ഞാൽ 8.8 ദശലക്ഷം ഹെക്ടർ പിന്നെ തണ്ണീർത്തടങ്ങൾ ഉണ്ടായിരുന്നത് ആവാസ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി, പ്രകൃതിക്ക് വിരുദ്ധമായി, അധ്വാനിക്കുന്ന മനുഷ്യർക്ക് വിരുദ്ധമായി തകർത്ത് വന്നപ്പോൾ
ആരോടൊപ്പം നിന്നാ സമരം ചെയ്യേണ്ടത്? തണ്ണീർത്തടത്തിന്റെ ഒപ്പം നിന്നാണോ സമരം ചെയ്യേണ്ടത്, അതോ മറ്റെവിടെയിൽ നിന്നാണോ സമരം ചെയ്യേണ്ടത്? കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യർ ജീവിക്കുന്നവർക്ക് ജലം ലഭിക്കണമെങ്കിൽ, മറ്റ് ആവാസ വ്യവസ്ഥ സൗകര്യങ്ങൾ ലഭിക്കണമെങ്കിൽ കേരളത്തിന്റെ തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കപ്പെടണം. കേരളത്തിന്റെ തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ തണ്ണീർത്തടങ്ങൾ മാറ്റപ്പെടരുത് എന്ന ആശയം സമൂഹത്തിൽ നൽകണം. പറഞ്ഞ് 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 ആ മേൽശാത്ത ഒരു ഘട്ടത്തിൽ ഇനി ഇത് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയേ പറ്റൂ എന്ന ഒരു അവസ്ഥയിലാണ് തരം മാറ്റപ്പെട്ട വയലുകൾ, അതിലുണ്ടായിരുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ വെട്ടിയത്. സിംബോളിക്കാണ്, പ്രതീകാത്മകമാണ്. ജോൺ ബെലാമി ഫോസ്റ്റർ അതിനുശേഷം ഞാൻ വായിച്ചതിൽ പരസ്യത്തെക്കുറിച്ച് ഏറ്റവും മനോഹരമായിട്ട് ഇടതുപക്ഷ കാഴ്ചപ്പാടോടുകൂടി എഴുതിയ ആള് ഫോസ്റ്ററാണ്. ഫോസ്റ്റർ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കാൻ ജീവിതത്തിൽ എന്ത് കൊടുത്തും നമ്മൾ തയ്യാറാവണമെന്നാണ് ഫോസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. അത് VS ചെയ്തത്. ഒരു ജനതയുടെ ആവാസ വ്യവസ്ഥാധിഷ്ഠിതമായ ആവശ്യങ്ങൾ നിലനിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് പറഞ്ഞാൽ മനസ്സിലാവുക അത് എത്ര ഷാർപ്പാക്കണമെന്ന് ഒരു സഖാവ് തീരുമാനിച്ചത് വികൃതമായി വ്യാഖ്യാനിക്കപ്പെട്ടു. പക്ഷെ വിവരമുള്ളവരും അതേക്കുറിച്ച് പഠിച്ചവരും അത് തീർച്ചയായിട്ടും തണ്ണീർത്തട സംരക്ഷണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രതീകാത്മകമായ പ്രവർത്തനമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു പക്ഷേ കേരളത്തിൽ തണ്ണീർത്തട സംരക്ഷണത്തിന് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ പ്രവർത്തനങ്ങളിൽ ഒന്നായിട്ട് അത് മാറി എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഓരോ സമരത്തിലും ഓരോ ഇടപെടലും ദാർശനികമായൊരു തലമുണ്ടായിരുന്നു VS-ന് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ആ ദാർശനിക തലമാണ് മനസ്സിൽ ഇങ്ങനെ വെളിച്ചം പ്രകാശമായി വരുന്നത്. ഞാനിപ്പോ പറഞ്ഞപ്പോ ചിലപ്പോൾ ഇതുവരെ ശ്രദ്ധിക്കാത്ത യൂണിയന്റെ സഹാക്കൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് കരുതെങ്കിലും ആ ശ്രദ്ധിക്കാത്തവർക്ക് ആ ആശയത്തിന്റെ ദാർശനിക തലം ഉണർന്നു വരുമ്പോൾ നമ്മുടെ മനസ്സ് കൂടുതൽ പ്രകാശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് VS ഏറ്റെടുത്ത ഓരോ സമരവും, VS ഏറ്റെടുത്ത ഓരോ വിഷയവും ദാർശനിക തലത്തിൽ ചിന്തിക്കുമ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. വർത്തമാനകാലം കൂടുതൽ ആവശ്യപ്പെടുന്നത്. ഒന്നുകൂടി കേട്ടോളൂ. ഇന്ന് നമ്മുടെ തണ്ണീർത്തടങ്ങൾ, നെൽപ്പാടങ്ങൾ 1.9 ദശലക്ഷം ഹെക്ടർ മാത്രമാണ്. VS-നെ ഓർക്കണം വേണ്ടത്. വളരെ വളരെ ഇന്നും പാടങ്ങൾ പറയുക നികത്തി കൊണ്ടിരിക്കുകയാണ്. VS-ന്റെ സമരത്തെ കേരളം ഓർക്കണോ വേണ്ടത്? അതിങ്ങനെ വികലമാക്കുകയാണോ വേണ്ടത്? 8.8 ദശലക്ഷം ഹെക്ടറിൽ നിന്ന് 1.92 ദശലക്ഷം ഹെക്ടറായി ചുരുങ്ങുമ്പോഴും ആ തണ്ണീർത്തടങ്ങൾ നികത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണം? VS-ന്റെ സമരത്തെ തള്ളിയാണോ പറയേണ്ടത്? VS-ന്റെ സമരത്തെ ദാർശനികമായി ഒരു സമൂഹം ഏറ്റെടുക്കുകയാണോ വേണ്ടത്? ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെ ഓർക്കുക? ഒരു സഖാവിനെ എങ്ങനെ ഓർക്കാം? വെറുതെ നമ്മൾ ഓർക്കുന്നു എന്ന് പറയലാണോ? നമ്മുടെ മനസ്സിൽ ആശയം ജ്വലിക്കലാണോ? അതിലേതാ ശരി? ഏതാണ് ഈ ഓർമ്മ? ഏതാണ് സ്മരിക്കുക എന്ന് പറയുന്നത്? സഖാവ് കൊളുത്തിയ ജ്വാല ജ്വലിക്കണോ കൂടുതൽ, അതോ അത് അണഞ്ഞു പോകണോ? നമ്മൾ ഓർക്കുന്നു എന്ന് യാന്ത്രികമായി പറയണോ? അവിടെയാണ് ഞാൻ ഇത് ആദ്യമായിട്ട് ഞാൻ ഒരുപാട് പറയാനുണ്ട്. 1-2 കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു. അത് വളരെ ദാർശനികമായിട്ടാണ് ആ പ്രശ്നത്തിൽ ഇടപെട്ടത്. അതിന്റെ അർത്ഥം എന്താണ് എന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല കാര്യം. അതുകൊണ്ട് പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ പരിസ്ഥിതിയുടെ പക്ഷത്ത്, പ്രകൃതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അധ്വാനിക്കുന്ന മനുഷ്യന്റെ ജീവസങ്കല്പങ്ങൾക്ക് കൂടുതൽ വിളിവ് കൊടുക്കുക എന്നുള്ളതാണ് അവർ ഒറ്റ സമരത്തിലൂടെ VS ചെയ്തത് എന്നാണ് ഞാൻ ചുരുക്കി സൂചിപ്പിക്കുന്നത്. ഒന്ന്, മറ്റൊരു സമരം നമുക്കറിയാം. ഞാൻ എല്ലാ സമരങ്ങളെയും കുറിച്ച് പറയാനല്ല ശ്രമിക്കുന്നു. പ്ലാച്ചിമട സമരം എന്ന് പറഞ്ഞു. ഇതേ അർത്ഥത്തിൽ തന്നെ, ഈ അർത്ഥം തന്നെ നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകത കുറെ കൂടി ശാസ്ത്രം ഉൾക്കൊള്ളുന്നതാണ്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മുടെ തണ്ണീർത്തടങ്ങൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ സ്ലാൻഡിങ് ഇതിൽ വെള്ളം പോകുമ്പോൾ അങ്ങനെ നിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ്. അത് മാത്രം പോരാ, അങ്ങനെ തണ്ണീർത്തടങ്ങളിൽ നിൽക്കുന്ന വെള്ളം
വാസ്തവത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് ഉപരിതലത്തിലല്ല, അത് താഴെത്തലത്തിലാണ്. താഴെത്തലത്തിലുള്ള പോറോസിറ്റി അതൊക്കെ പ്യുവർ സയൻസ് ആണ്, ഞങ്ങൾ പോകുന്നില്ല. പല ഘടനകളും താഴെത്തട്ടിലുള്ള ഘടനകൾ ഈ പറയുന്ന ഉപരിതലത്തിലെ ജലം നമുക്ക് വേണ്ടി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. താഴെത്തട്ടിലുള്ള വെള്ളത്തിന്റെ തലം ഉയർന്നു നിന്നാലേ അതിന്റെ മുകളിലാണ് ഉപരിതല ജലം നിൽക്കുന്നത്. അപ്പോൾ താഴെത്തട്ടിലുള്ള വെള്ളം നഷ്ടപ്പെട്ടു പോയാൽ ഉപരിതലത്തിലെ ജലത്തിന്റെ വിധാനവും താഴും, അത് നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് വെള്ളം ഊറ്റിയെടുക്കുക എന്നത് ചെയ്യാൻ പാടില്ല എന്നൊന്നും പറയുന്നില്ല. അതൊക്കെ അതിന്റെ സന്തുലനം നിലനിൽക്കുന്ന രീതിയിലാകാം. അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ ആരുടെ പക്ഷത്ത് നമ്മൾ നിൽക്കണം? ഇതാണ് ചോദ്യം. VS-ന്റെ ചോദ്യം കൂടെ, നിങ്ങൾ ആരുടെ പക്ഷത്ത്, എന്തിന്റെ പക്ഷത്ത് നിൽക്കും? നോക്കൂ, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ജീവിതത്തിൽ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്ന്? വർഗബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ പ്രത്യേകിച്ച് ഇന്ന സാഹചര്യത്തിൽ വർഗീയത വളർന്ന് ഫാസിസമായിട്ട് മാറുന്ന സമയത്ത് പറയേണ്ടതില്ല, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ജീവിതത്തിലൂടെ മറ്റു മനസ്സിൽ ജ്വലിപ്പിക്കേണ്ടത് വർഗബോധമാണ്, പരിസ്ഥിതി ബോധവും. ഇത് രണ്ടും ജ്വലിപ്പിച്ചതാരാ? ഇതുവരെ നമ്മൾ പറയണ ഒരാള് VS മാത്രമേ ഉള്ളൂ. രണ്ടും ജ്വലിപ്പിച്ചു. സമരങ്ങളിലൂടെ ജ്വലിപ്പിക്കുന്ന വർഗബോധമാണ്, സമരങ്ങളുടെ ആന്തരിക അർത്ഥത്തിലൂടെ ജ്വലിപ്പിക്കുന്നത് പരിസ്ഥിതി ബോധമാണ്. അപ്പൊ പരിസ്ഥിതി ബോധവും വർഗബോധവും ഉൽപ്പാദിപ്പിക്കുവാനുള്ള ശ്രമം, അതാണ് ജീവിതം, അതാണ് സമര ജീവിതം. കേവല സമരങ്ങളുടെ വിവരണങ്ങളല്ല, അതിന് ആന്തരികമായിട്ടുള്ള സങ്കല്പങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഇത് ഡെപ്ത് നമുക്ക് മനസ്സിലാവുക. അങ്ങനെ പല സമരങ്ങളെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു സമരത്തിൽ ഏർപ്പെടുമ്പോൾ, ഇടപെടൽ ചെയ്യുമ്പോൾ, ഗ്രാംഷി പറഞ്ഞൊരു വാചകം VS-നെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനും VS-ഉം 10 വർഷം നിയമസഭയിൽ ഒന്നിച്ചുണ്ടായിരുന്നു. VS മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് MLA ആയത്. അതിനെ സുസ്ഥിര വികസന പദ്ധതിയെ കുറിച്ചൊക്കെ പറഞ്ഞ അദ്ദേഹം ഏറ്റവും വലിയ പാരിസ്ഥിതിക പ്രവർത്തകനാണ് എന്നുള്ളത് കൊണ്ട് അത് ആദ്യം കൊണ്ടുപോയത് സഖാവിന്റെ അടുത്താണ്. അത് മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയും ചെയ്തു. അതിങ്ങനെ കണ്ണടച്ചിരുന്ന് കേട്ടുവിട്ടത് അറിയാലോ, എങ്ങനെ കേൾക്കുക എന്നുള്ളത്. അത് മുഴുവൻ പറയപ്പെട്ടത്. അത് കഴിഞ്ഞ് 1-2 ചോദ്യങ്ങൾ ഇവിടെ ചോദിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലാകാത്ത എത്രയോ കാര്യങ്ങളാണ് VS മനസ്സിലാക്കിയത്. ഫോസ്റ്റർ പറഞ്ഞതുപോലെ, ബെലാമി ഫോസ്റ്റർ പറഞ്ഞതുപോലെ, അതിന്റെ വൈരുദ്ധ്യത്തിലേക്ക് കൃത്യമായ വിശകലനം ചെയ്ത അനാലിസിസ് അങ്ങനെ പോയി അതിനുത്തരം കൃത്യമായിട്ടുള്ള മറുപടിയാണ്. ഗ്രാംഷി പറഞ്ഞൊരു വാക്ക്, അങ്ങനെ ചർച്ചയിൽ എനിക്ക് മനസ്സിലായ കാര്യം, ഗ്രാംഷി പറഞ്ഞ ഒരു വാചകം. ഗ്രാംഷി പറഞ്ഞത്, ലോകത്തെ എല്ലാ ദാർശനികരെയും, എല്ലാ സാഹിത്യകാരന്മാരെയും, സാംസ്കാരിക പ്രവർത്തകരെയും, രാഷ്ട്രീയ പ്രവർത്തകരെയും, എല്ലാവരെയും അറിഞ്ഞോ അറിയാതെയോ മാർക്സിസം സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വളരെ കറക്റ്റ്, വളരെ ശരിയാണ്. വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വക്താക്കളും പ്രയോക്താക്കളുമായിട്ട് സാഹിത്യകാരന്മാരെടുത്തോളും. ഒരു ദിവസം ചർച്ച ചെയ്യണം യൂണിയൻ എന്നുള്ള അഭിപ്രായം കൂടി എനിക്കുണ്ട്. ലോകത്താരെ പണിയെടുത്തു ആഴത്തിൽ അവരുടെ ആ ദാർശനിക മറ്റേ സംഭാവനകൾ വിശകലനം ചെയ്തു കഴിഞ്ഞാൽ അത് ചെന്നെത്തുക മാർക്സിൻ അർത്ഥശാസ്ത്രത്തിൽ, പറയും മാർക്സിൻ ദർശനത്തിലായിരിക്കും. അർത്ഥാർത്ഥത്തിലായിക്കൊള്ളുന്നില്ല, മാർക്സിൻ ദർശനത്തിലായിരിക്കും. അറിഞ്ഞോ അറിയാതെ ലോകത്ത് മുഴുവൻ മനുഷ്യരെയും മാർക്സിൻ പ്രത്യശാസ്ത്രം സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം അധ്വാന ശക്തി ചരക്കായി മാറി എന്ന് പറഞ്ഞത് മാർക്സ് മാത്രമാണ്, വേറെ ആരുമില്ല, ചരിത്രത്തിലില്ല. വെണ്ടക്കായും വഴുതനങ്ങയും പിന്നെ മുരിങ്ങക്കായും ഒക്കെ ചരക്കായി മാറുന്നു എന്ന് പറയുമ്പോൾ മനസ്സിലാവും മുതലാളിത്തം പറഞ്ഞതും അത് തന്നെയാണ്. അതുകൊണ്ട് ചരക്കുൽപാദന വ്യവസ്ഥയാണ് മുതലാളിത്തം എന്ന് ആഡം സ്മിത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ശരിയാണ്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ആ മുതലാളിത്തം തകരാനുള്ള കാരണം അതിനകത്തെ അധ്വാന ശക്തി ചരക്കായി മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് മാർക്സാണ്, വേറെ ആരുമില്ല. മാർക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയ സംഭാവനകളിൽ ഒന്ന് അതാണ്. മിച്ചമൂല്യം എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. അപ്പൊ ഈ പറയുന്ന
ആ അധ്വാന ശക്തി ചരക്കായി മാറുന്നതിലെ വേദന, അധ്വാന ശക്തി മനുഷ്യൻ എന്നുള്ളതിന് പകരം അത് ഒരു ചരക്കായി മാറുന്നതിൽ തന്നെ ആന്തരികമായി വല്ലാത്ത നൊമ്പരമുണ്ട്, വല്ലാത്ത വേദനയുണ്ട്. ആ വേദന ഉൾക്കൊണ്ടുകൊണ്ടാണ് കവിതകൾ വന്നത്. ഒരു നിൽക്കുന്ന വീണ പൂവ്, സോറി, ആ കവിത വായിച്ചിട്ടുണ്ടാവും, മനോഹരമായി നിൽക്കുന്ന പൂവ്. അതിനെക്കുറിച്ച് എത്രയോ വർണ്ണനകൾ ലോകത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ആ പൂവ് വീഴുമ്പോൾ അതിന് നൊമ്പരമുണ്ട് എന്ന് കവി പറഞ്ഞത് ഈ നൊമ്പരം എന്താണ് ഉൾക്കൊണ്ടുകൊണ്ടാണ്, ഈ പാരിസ്ഥിതിക നൊമ്പരം ഉൾക്കൊണ്ടുകൊണ്ടാണ്. അത് തന്നെ പ്രകൃതിക്കും അനങ്ങുമ്പോൾ പ്രകൃതിക്കും വേദനയുണ്ട് എന്ന ആ മാർസിൻ സങ്കല്പം ഉൾക്കൊണ്ടുകൊണ്ടാണ്. അങ്ങനെ സാങ്കല്പിക ലോകത്തും മായിക ലോകത്തും അതുപോലെ ഭാവനയുടെ ലോകത്തും എല്ലാം ദാർശനിക ലോകത്തും എല്ലാവരെയും മാർക്സിസം സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് ആ ആശയവും വി എസിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നത് വി എസിന്റെ ഒരുപാട് ഇടപെടലുകളിൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ എൻ വി കൃഷ്ണമായിരുന്ന ഒരു കവിത ഉണ്ട്, അത് മാർക്സിസത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മലയാളത്തിൽ അദ്ദേഹം എഴുതിയ ഒരു കവിതയാണ്. അതിൽ പറഞ്ഞിട്ടുള്ളത്, നിന്റെ പുറത്ത് ലാത്തി വീഴുമ്പോൾ എന്റെ പുറം വേദനിക്കുന്നു എന്നതാണ്. മനുഷ്യനാവാൻ വേറെ എന്ത് വേണം? നിന്റെ വേദന എന്റെ വേദനയാകുന്നു എന്നുള്ളതാണ്. നിന്റെ പ്രശ്നങ്ങളും വേദനകളും നൊമ്പരങ്ങളും എനിക്ക് മനസ്സിലാകുന്നു എന്ന് മാത്രം പോരാ, അത് എന്റെയാണ് എന്ന് തിരിച്ചറിയുന്നു എന്നുള്ളിടത്താണ് ഒരു മനുഷ്യനായി മാറുന്നത്. ആ മനുഷ്യന് മാത്രമേ അധ്വാനിക്കുന്ന മനുഷ്യന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അല്ലാത്തവർ ഉത്പാദിപ്പിക്കുന്ന എന്തോ ഒന്ന് എന്ന രീതിയിലെ മനുഷ്യനെ കാണുകയുള്ളൂ. ഇത് വി എസ് എന്നും മനസ്സിലേറ്റെടുത്ത ആശയം. നിന്റെ പുറത്ത് ലാത്തി വീഴുമ്പോൾ എന്റെ പുറം വേദനിക്കുന്നു എന്നുള്ളത്. വി എസിന്റെ സമരങ്ങളെ ഒന്ന് എടുത്തു നോക്കിക്കോളും. ഈ 3-4 ആശയങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വി എസിന്റെ സമരങ്ങളെ മുഴുവൻ എടുത്തു നോക്കിക്കോളും. അതെല്ലാം ഇവിടേക്ക് ഇങ്ങനെ ലയിച്ചു ചേരും, കൺവേർജ് ചെയ്യും, ഇന്റഗ്രേറ്റ് ചെയ്യും, ഉദ്ഗ്രഥിക്കപ്പെടും. ഈ ആശയങ്ങളിലേക്ക് മാർക്സിസത്തിന്റെ ദാർശനികമായ അടിത്തറയിലേക്ക് അത് വരും. അതുകൊണ്ടാണ് റിയൽ കമ്മ്യൂണിസ്റ്റ് ആയിട്ട് വി എസ് മാറി എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ എല്ലാ സ്പന്ദനങ്ങളെയും മനസ്സിലാക്കി അതിനെ സമൂഹത്തിൽ പ്രതിഫലിപ്പിച്ച് മനുഷ്യ മനസ്സിനെ വർഗപരമായി ചിന്തിപ്പിച്ച് വർഗസമരത്തിലേക്ക് സമൂഹത്തെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയതാണ്. ഈ വർഗം എന്ന രീതിയിൽ പോലും അംഗീകരിക്കാത്തവരുടെ മനസ്സിൽ പോലും വി എസ് എന്ന സഖാവ് ഇന്നും നിലകൊള്ളുന്നു. എല്ലാ മേഖലയിലും അതിന്റെ വിശാലതയും അതിന്റെ ആഴവും നമുക്ക് കാണാൻ കഴിയും. ഈ കമ്പ്യൂട്ടറൊക്കെ വന്ന കാലത്ത് മറ്റേ സഖാവ് മുഖ്യമന്ത്രി ആയിരുന്ന ആ കാലത്ത് പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുത്തത് വളരെ വളരെ പ്രധാനപ്പെട്ട, എങ്ങനെയാണ് ഒരു വിഷയത്തെ കാണുന്നത്. ക്ലാസിക്കലായിട്ട് കുറെ സമരങ്ങളുടെ രൂപം പറഞ്ഞു തന്നേ ഉള്ളൂ, ആധുനിക എഴുത്തും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതില് ഈ ഗ്ലോബൽ മറ്റേ ഡിജിറ്റൽ സിസ്റ്റംസ് വന്നപ്പോൾ WWW ഒക്കെ വന്ന ആ കാലത്ത് ലോകത്തെ മുഴുവൻ കീഴടക്കാൻ മുതലാളിത്തത്തിന് കഴിയുന്ന ഒരു അവസ്ഥ വരികയാണ്. കാരണം ഇതിന്റെ എല്ലാം ഉടമ എന്ന് പറയുന്നത് അതൊരു അധ്വാനിക്കുന്ന ഒരു ഉൽപാദന ഉപകരണമായിട്ട് മാറിയപ്പോൾ അതിന്റെ ഉടമ എന്ന് പറയുന്നത് വൻ കുത്തകകളും വൻ പ്രഭുക്കളുമായിട്ട് മാറി. അപ്പൊ അതുകൊണ്ട് വലിയ ഒരു മാറ്റം ലോകത്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയിലൂടെ ഉണ്ടായി എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. ഇന്നൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ട് അത് ഗൂഗിളിൽ നോക്കിയാൽ കാണാം. യാനിസ് വാറൂഫാക്കിസ് എന്ന് പറയുന്ന ഒരാളുടെ പുസ്തകമുണ്ട്, യാനിസ് വാറൂഫാക്കിസ്. ആ പുസ്തകത്തിന്റെ തലക്കെട്ട് തന്നെ ടെക്നോ ഫ്യൂഡലിസം വാട്ട് കിൽഡ് ക്യാപിറ്റലിസം എന്നാണ്. പണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ക്യാപിറ്റലിസം വാട്ട് കിൽഡ് ഫ്യൂഡലിസം എന്നുള്ളതാണ്. ഇന്നത്തെ പുസ്തകം ടെക്നോ ഫ്യൂഡലിസം വാട്ട് കിൽഡ്, മനസ്സിലായില്ല എന്താണ് ക്യാപിറ്റലിസം. പുതിയൊരു സംഭവമാണ്, പുതിയൊരു മാറ്റമാണ്. ടെക്നോളജി വളർന്ന് ലോകം മുഴുവൻ സൈബർ പ്ലാറ്റ്ഫോമുകൾ വരികയും ആ സൈബർ പ്ലാറ്റ്ഫോം മുഴുവൻ ഒരൊറ്റ വ്യക്തിയുടെ സ്വന്തമായി മാറുകയും ചെയ്തപ്പോൾ
നാട് മുഴുവൻ ഭൂമിയും ആ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥൻ ഞാൻ എന്ന് പറയുന്ന ക്ലാസിക്കൽ ഫ്യൂഡൽ സങ്കല്പം പോലെ ലോകം മുഴുവൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും ആ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ ഉടമ ഒരു വ്യക്തിയുമായിട്ട് മാറിയപ്പോൾ അത് മറ്റൊരു ഫ്യൂഡലിസമാണ്, അത് ഭൂമി ഫ്യൂഡലിസം അല്ല, ടെക്നോ ഫ്യൂഡലിസമാണ് എന്ന് ബാറൂഖ് ബക്കീസ് പറയാണ്. വാട്ട് കിൽഡ് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിസം നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ ഒരു പ്രതിസന്ധിയാണ്. ഇതിന്റെ തുടക്കകാലത്ത് VS ഒരു നിയമം കൊണ്ടുവന്നു. ഈ തണ്ണീർത്തട നിയമം ഉണ്ടാക്കുന്നത് VS തന്നെയാണ്. തണ്ണീർത്തടത്തെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ ആ സമരത്തിന്റെ ഭാഗമായിട്ട് അധികാരത്തിൽ വന്നപ്പോൾ VS ആണ് തണ്ണീർത്തട സംരക്ഷണ നിയമം ഉണ്ടാക്കിയത്. അതുകൂടാതെ ഈ പറയുന്ന ഈ മാറ്റം വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ലോകത്തിൽ മുഴുവൻ ഈ സൈബർ പ്ലാറ്റ്ഫോം വരികയും അത് എന്റെ സ്വന്തമാണ് എന്ന് ഒരു വ്യക്തിയോ കോർപ്പറേറ്റോ പറയുകയും ഇത് വെച്ച് സമൂഹത്തെ മുഴുവൻ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ പുതിയതായി ലോകത്ത് ആശയം ഉത്പാദിച്ചു വന്നതാണ് ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്നത്. ഓപ്പൺ സോഴ്സ് സിസ്റ്റം, അതായത് ഒരാൾക്ക് ഇതെന്റെ കുത്തകയാണ് എന്ന് പറയാൻ കഴിയില്ല, ആർക്കും അതിൽ എൻ്റർ ചെയ്യാം എന്ന രീതിയിൽ, ഏത് സമയത്തും ടെക്നോളജിയിൽ ആർക്കും എൻ്റർ ചെയ്യാം എന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഓപ്പൺ സോഴ്സ് സിസ്റ്റം എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും ഓപ്പൺ സോഴ്സ്. കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കിയ സമഗ്ര പോർട്ടല് ഓപ്പൺ സോഴ്സാണ്. 2016 ശേഷം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടപ്പിലാക്കിയ പതിലുള്ളത് ഓപ്പൺ സോഴ്സാണ്. ഓപ്പൺ സോഴ്സ് കേരളത്തിന്റെ എല്ലാ മേഖലയിലും, പ്രത്യേകിച്ച് പൊതുമേഖലയിൽ, സർക്കാർ മേഖലയിൽ ഓപ്പൺ സോഴ്സ് ഉപയോഗിക്കണമെന്ന് പറയുന്നത് വലിയൊരു സമരമാണ്. ടെക്നോ ഫ്യൂഡലിസം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ക്യാപിറ്റലിസത്തിനെതിരെയും ഫ്യൂഡലിസത്തിനെതിരെയുള്ള സമരം എന്ന രീതിയിൽ കേരളം അത് അങ്ങനെയുള്ള സമരമായിട്ട് അത്ര കണ്ട് പ്രൊജക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. VS ലീഡ് ചെയ്ത വളരെ പ്രധാനപ്പെട്ട, നമുക്കറിയാം പലതും എന്നുള്ളതുകൊണ്ടാണ് അറിയാവുന്ന പലതും മാറ്റിവെച്ച് ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതൊന്ന് രണ്ടാം സൂചിപ്പിക്കുന്നത്. ടെക്നോ ഫ്യൂഡലിസം എന്ന് പറഞ്ഞതിന് മുമ്പ് തന്നെ VS അധികാരത്തിലിരുന്നപ്പോൾ ഒരു ഭരണാധികാരി എന്ന രീതിയിൽ വിപ്ലവകാരി ആയിരുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സമരനായകൻ എന്ന വിപ്ലവകാരിയായപ്പോൾ തന്നെ ഭരണാധികാരി എന്ന നിലയിൽ ലോക കുത്തകകളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഓപ്പൺ സോഴ്സ് സിസ്റ്റം കേരളത്തിൽ കൊണ്ടുവന്നതും VS തന്നെയാണ്. ഇപ്പോ അതുപോലെ പ്രതിരോധിക്കാൻ ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ടെക്നോ ഫ്യൂഡലിസം എന്ന രീതിയിൽ ഇങ്ങനെ വളർന്നു വരുന്ന സമയത്ത് ChatGPT എന്നുള്ളത് ഇന്ന് ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നോ ഫ്യൂഡൽ ഉപകരണം തന്നെയാണ്. ലോകത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ രാജ്യങ്ങളിലും ChatGPT വല്ലാതെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ കുത്തകയാണ്, അത് ഫ്യൂഡലാണ്. ക്ലാസിക്കൽ ഫ്യൂഡലിസം വ്യത്യസ്തമായി ഒരു ഫ്യൂഡൽ ബിംബം വളർന്നു വരികയാണ്. അതിനെതിരെ കമ്മ്യൂണിസ്റ്റുകാർക്ക് സമരം ചെയ്യാൻ പറ്റുള്ളൂ, ലെഫ്റ്റിനെ സമരം ചെയ്യാൻ പറ്റുള്ളൂ. അതിനെതിരെയുള്ള മാനസികമായ ചിന്ത തന്നെ ലെഫ്റ്റിന് മാത്രമേ ഉള്ളൂ. അതിനെതിരെയാണ് ചൈനയിൽ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പൺ സോഴ്സ് എന്നുള്ള രീതിയിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെ ഓപ്പൺ ആക്കിക്കൊണ്ട് കുത്തകകളെ തകർക്കാൻ ശ്രമിക്കുന്ന സിസ്റ്റം പോലെ ഇപ്പോൾ ചൈന വികസിപ്പിച്ചതാണ് ഡീപ് സീക്ക് എന്ന് പറയുന്ന സിസ്റ്റം. ChatGPTക്ക് പകരം ഇന്ന് ഡീപ് സീക്ക് ആണ്. ഇന്നുവെച്ചാൽ ചൈന വികസിപ്പിച്ചിരുന്നത് ഡീപ് സീക്ക് സിസ്റ്റം. ഡീപ് സീക്ക് സിസ്റ്റം എപ്പോഴും ഓപ്പൺ. ഇപ്പൊ അതിന്റെ സോഴ്സ് കോഡ് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇപ്പോ സോഴ്സ് കോഡ് നിങ്ങൾക്ക് കിട്ടും. ഡീപ് സീക്കിന്റെ സോഴ്സ് കോഡ് റെഡി ഇപ്പോ വേണോ? ഇപ്പോൾ റെഡിയാണ്. എന്താ അർത്ഥം? ChatGPT എന്റെ സ്വന്തമാണെന്ന് വിചാരിച്ച് ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നതിന് മറുപടി കൊടുക്കുന്നത് ലെഫ്റ്റ് ആണ്, ലെഫ്റ്റ് അപ്രോച്ചാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ്. അത് ചൈന വളരെ മനോഹരമായി ഇപ്പോൾ ഡീപ് സീക്കിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ കാലത്തിനനുസരിച്ച് ടെക്നോളജി മാറുമ്പോഴും VS അത് പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് പ്രായമാകുന്നു എന്നുള്ളതുകൊണ്ട് പഴയത് മാത്രം ചിന്തിച്ചല്ല, ആധുനിക സാങ്കേതിക വിദ്യ പോലും എങ്ങനെയാണ് അധ്വാനിക്കുന്ന മനുഷ്യനെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നത് തിരിച്ചറിഞ്ഞ് അതിനെതിരെ ശക്തമായ സമരം ചെയ്യലാണ്. പക്ഷെ ഇന്ന് ലോകം വീണ്ടും വീണ്ടും അധ്വാനിക്കുന്ന മനുഷ്യന്റെ ജീവൻ പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അസമത്വത്തിന്റെ വർധനവാണ്. ഞാനിവിടെ തന്നെ ജിയോണിന്റെ പല രീതിയിലും പറഞ്ഞിട്ടുള്ളതാണ്. ജോസഫ് സ്റ്റിഗ്ലിറ്റ്സിന്റെ ദ ഗ്രേറ്റ് ഡിവൈഡ് എന്ന് പറയുന്ന പുസ്തകം ലോകം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ടായിട്ട് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി എല്ലാമുള്ള 1% പേരും 99% താഴെയുള്ളവരും അങ്ങനെ വിഭജനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോ ഈ 99% പേരുടെ പക്ഷത്ത് നിന്ന് സമരം ചെയ്യാനും
അവർക്ക് വേണ്ടി ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കുവാനും ആണ് നമ്മൾ ശ്രമിക്കുന്നത്. പൊളിറ്റിക്കലായിട്ട് നമ്മുടെ ധാരണ അതാണ്. VS നൽകുന്ന സന്ദേശം ഈ സമരങ്ങളിലൂടെ പ്രകൃതിയെ നശിപ്പിക്കുന്നതിനെയും അധ്വാനിക്കുന്ന മനുഷ്യരെ തകർക്കുന്നതിനെയും നിങ്ങളുടെ ജീവിതം പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു വെക്കുക എന്നുള്ള സന്ദേശം, മറ്റേ ഞാൻ എൻ്റെ ജീവിതം ചെയ്യുന്നതുപോലെ നിങ്ങളും ചെയ്യണമെന്ന സന്ദേശം കൊടുക്കുകയാണ്. അങ്ങനെ ഈ പറയുന്ന അസമത്വം വല്ലാതെ വർദ്ധിച്ച് പരിസ്ഥിതി തകർന്ന് കാലാവസ്ഥ വ്യതിയാനം ഗുരുതരമായി നിൽക്കുന്ന സമയത്ത് ഒരു പുസ്തകം എഴുതപ്പെട്ടിട്ടുണ്ട്. ആ പുസ്തകം VS കണ്ടിട്ടുണ്ടാവും. VS ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ആ പുസ്തകം വന്നിട്ടുണ്ട്. VS സ്വപ്നം കണ്ട ആ സങ്കല്പം ഒരു പുസ്തകത്തിന്റെ തലക്കെട്ടിലൂടെയെങ്കിലും വന്നിട്ടുണ്ട്. ആ പുസ്തകം എഴുതിയ ആളുടെ പേര് തോമസ് പിക്കറ്റി എന്നാണ്. തോമസ് പിക്കറ്റി ഒരു വലതുപക്ഷ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. വലതുപക്ഷ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, അങ്ങനെ കമ്മ്യൂണിസ്റ്റ് അല്ല. പക്ഷെ ഇന്നത്തെ അവസ്ഥയും VS ഇടപെട്ട ആ ദാർശനിക മറ്റേ ഘടകങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പുസ്തകത്തിന്റെ തലക്കെട്ടൊന്ന് കേൾക്കണം. അതിത്രേ ഉള്ളൂ, ടൈം ഫോർ സോഷ്യലിസം എന്നാണ്. ആ പുസ്തകത്തിന്റെ തലക്കെട്ട് ടൈം ഫോർ സോഷ്യലിസം എന്നാണ്. അങ്ങനെ പോലും ഒരു വലതുപക്ഷ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എഴുതുകയാണ്. VSന്റെ സ്വപ്നം അത് ലോകത്ത് ഒരു ആധികാരിക ഗ്രന്ഥമായി വന്നിരിക്കുന്നു. എവിടെ പോയി കമ്മ്യൂണിസ്റ്റുകാർ എന്ന ചോദ്യം ഇവിടെ വർഗീയ ശക്തികൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് വർഗീയത, ഈ പറയുന്ന വർഗചിന്തയെ നശിപ്പിക്കുന്ന സങ്കല്പമായി വളർന്നവര്. വർഗചിന്ത വളർന്നാൽ സ്വാഭാവികമായിട്ടും ഉപരിവർഗത്തിന്റെ താല്പര്യങ്ങൾ നഷ്ടപ്പെടുമെന്ന് തിരിച്ചറിയുന്ന ഉപരിവർഗം വർഗസമരത്തിലേക്ക് വരേണ്ട അടിസ്ഥാന ജനവർഗത്തിന്റെ കൂട്ടായ്മയെ തകർക്കാൻ ശ്രമിക്കുകയാണ്. കൂട്ടായ്മയെ തകർക്കാനുള്ള വഴി കൂട്ടായ്മയെ വിഭജിക്കുക എന്നുള്ളത് തന്നെയാണ്. അവർ കൂട്ടുചേരാതെ അവർ പരസ്പരം പോരടിച്ച് മാറി നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. അവർ പോരടിച്ച് മാറി നിൽക്കാനുള്ള മാർഗം ഇന്ത്യയിൽ അവരെ ജാതിപരമായും മതപരമായും ചിന്തിപ്പിക്കുക എന്നുള്ളതാണ്. ഇസ്രായേലിലും ഗാസയിലും വംശീയമായി ചിന്തിപ്പിക്കുക എന്നുള്ളതാണ്. ആഗോളതലത്തിൽ പറയുന്ന ഈ കൊള്ളയടിക്കുന്ന ധനികവർഗം, ഈ ചൂഷകവർഗം സമൂഹത്തിലെ മുഴുവൻ മനുഷ്യരെയും ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമയത്ത് അവർ പരസ്പരം അണിചേരും, അവർ വർഗസമരത്തിലേക്ക് വരും എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവരെ ഇങ്ങനെ വിവിധ ഭാഗങ്ങളായിട്ട് നിർത്തി പോരടിപ്പിക്കുവാനുള്ള തന്ത്രം പ്രയോഗിക്കുന്നതാണ് ആധുനിക വർഗീയതയും ആധുനിക വംശീയതയും. അതുകൊണ്ട് വർഗീയതയ്ക്കെതിരെയുള്ള മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം, VSന്റെ സമര ചരിത്രം നോക്കിയാൽ അതിലും മതനിരപേക്ഷ സമരങ്ങളുടെ ഏടുകൾ ധാരാളം കാണാൻ സാധിക്കും. മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഈ സമൂഹത്തിന്റെ ചൂഷണത്തിനെതിരെയും അണിനിരക്കലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാം കടമ, ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ കടമ. ഇത് സമൂഹത്തെ ഓർമ്മിപ്പിക്കുവാൻ ഒരു ജീവിതം ഉണ്ടായി. അതാണ് VSന്റെ ദീപ്തമായ ഓർമ്മകൾ മുമ്പിൽ ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദം.